പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. കാര്യങ്ങളിലൊക്കെ നല്ല കൃത്യമായൊരു ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അത് നന്നാവും. അബ്രഹാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ. സുവിശേഷത്തിൽ മത്തായി ദൈവം വിളിക്കുന്ന കാര്യമാണ് ഇത്. കുറച്ചുകൂടി അബ്രഹാത്തെ സംബന്ധിച്ചിടത്തോളം മത്തായിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. അല്ലെങ്കിൽ ഈശോ മത്തായിയെ വിളിക്കുമ്പോൾ, ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ വിളിക്കുമ്പോൾ, എന്നെയാണോ വിളിച്ചത്, എന്നെ തന്നെയാണോ വിളിച്ചത്, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരാം. ഒരു ഡൗട്ടുമില്ല, നേരെ എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിക്കുക. ഇപ്പോഴും ഇന്നത്തെ വചനം ഒന്നാം വായനയൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോൾ അബ്രഹാത്തിന് കാര്യങ്ങളൊക്കെ ക്ലിയറായിപ്പോൾ. കുറച്ച് മുൻപ് ക്ലിയർ അല്ലായിരുന്നു. പരിശുദ്ധ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറാണോ? ഈശോ നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ, കുരിശിൽ മരിച്ചതിൻ്റെ, നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നതിൻ്റെ അനുസ്മരണമാണ് പരിശുദ്ധ ബലിയർപ്പണം. ക്ലിയറാണോ? ക്ലിയർ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കുന്നത് എന്താ? പള്ളിക്കകത്ത് പോലും സംസാരിക്കുന്നത് എന്തിനാ? പള്ളിക്കകത്ത് ഫോൺ ചെയ്യുന്നത് എന്തിനാ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടല്ലേ ദുരാചാരങ്ങളുടെ പുറകെ പോകുന്നത്? താക്കോല് കെട്ടിത്തൂക്കാനും ചരട് കെട്ടാനൊക്കെ പോകുന്ന കർത്താവ് നമുക്ക് വേണ്ടി തന്ന രക്ഷയെക്കുറിച്ച് പ്രിയ ദൈവ പൈതലേ, നിനക്ക് ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ദൈവം തന്ന രക്ഷയെക്കുറിച്ച് നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അതിന് ഈ ഒരു ബലിയർപ്പണം തന്നെ ധാരാളം. നമുക്ക് ഭക്തിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കുവാൻ അർഹരാകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രഹാം സാറായെ പറ്റി വിലപിച്ചു. മരിച്ചവരുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്. മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാനം സ്ഥലം തരുക. അതിനുശേഷം അബ്രഹാം ഭാര്യ സാറായെ കാനാൻ ദേശത്തു മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പേലായിലെ വയലിലുള്ള ഗുഹയിലടക്കി. അബ്രഹാത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകനു ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരിയുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസഹാക്കിനു ഭാര്യയെ കണ്ടുപിടിക്കണം. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും. നീ അവിടെ നിന്ന് എൻ്റെ മകനെ ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എൻ്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ആയിടയ്ക്ക് ഇസഹാക്ക് ബെർലെഹൈറോയിൽ നിന്ന് പോന്ന് നെഗേബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റബേക്കായും ശിരസുയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി. അവൻ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അവനാണ് എൻ്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു.
അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപവാദങ്ങൾ ആര് കീർത്തിക്കും? കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അക്കാലത്ത് യാത്രാമധ്യേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അബ്രാത്തിന് ആദ്യം കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം കൂടെ കൂട്ടി, ലോത്തിനെയും ബാക്കിയുള്ളവരൊക്കെ കൂടെ കൂട്ടി. അത് പിന്നീട് അബ്രാഹത്തിന് തന്നെ മനസ്സിലായി, അത് പൊല്ലപ്പായി. ഈജിപ്തിൽ വെച്ചുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, തൻ്റെ ഭാര്യ സാറായെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. ലോത്തിനെ കൂടെ കൂട്ടിയത് കൊണ്ട് കുറേ അസ്വസ്ഥതകളുണ്ടായി. പിന്നീട് ലോത്തിനോട് പിരിഞ്ഞു പോകാൻ പറയും. അത് ഉൽപ്പത്തി 13:9 വാക്യത്തിലാണ്. അങ്ങനെ ലോത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷമാണ് ദൈവം പോലും അബ്രഹാത്തോട് സംസാരിക്കുന്നത്. ഉൽപ്പത്തി 12:1 സംസാരിച്ച ദൈവം
പിന്നെ സംസാരിക്കുന്നത് ഉൽപ്പത്തി 13:14. അതുവരെ ദൈവം മിണ്ടിയിട്ടില്ല. കാരണം അബ്രഹാം പറഞ്ഞതുപോലെ ചെയ്തില്ല. പറഞ്ഞതുപോലെ ചെയ്യണമായിരുന്നു. അബ്രഹാത്തോട് ദൈവം ആവർത്തിച്ച് പറഞ്ഞതാ, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ പൂഴി പോലെയും വർദ്ധിപ്പിക്കും. എന്നിട്ടും അബ്രഹാത്തിന് കാര്യങ്ങളൊന്നും ക്ലിയറായില്ല. അതുകൊണ്ടാണ് സാറ പറഞ്ഞത്, ഞാൻ വന്ധ്യയാണ്, എനിക്കിനി കുട്ടിയുണ്ടാകിയല്ല, അതുകൊണ്ട് എൻ്റെ ദാസി, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദാസി ഹാഗാറിനെ പ്രാപിച്ചോളൂ എന്ന് അബ്രഹാത്തോട് പറഞ്ഞപ്പോൾ അബ്രഹാം സാറായെ അനുസരിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് അത് കേൾക്കാതെ സാറായെ അനുസരിച്ചു. അത് പിന്നെയും പൊല്ലപ്പായി. സാറ തന്നെ പലതവണ കുറ്റപ്പെടുത്തി, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ദുരിതപൂർണമായത്. പിന്നീട് ഇസ്ഹാക്കും ഇസ്മായേലും, ഹാഗാറിനുണ്ടായ ഇസ്മായേലും സാറായുടെ ഇവരുടെ പുത്രൻ ഇസ്ഹാക്കും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മകൻ്റെ അവകാശം ഇസ്മായിലിന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും അബ്രഹാം വെട്ടിലായി. പിന്നെ അവളെ പറഞ്ഞു വിടേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതിനുശേഷം അപ്പോൾ പിന്നീട് അബ്രഹാം സോദോം ഗൊമോറയെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം അവിടെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങത് ശിക്ഷിക്കരുത്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഇത് ദൈവം പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അബ്രഹാം അതിൽ വിജയിച്ചു. ഇനി ഇസാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി പറയും. അത് ഉൽപ്പത്തി 22-ലാണ്. അബ്രഹാം അത് അതേപടി തന്നെ അനുസരിച്ചു. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, അത് അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ അത് ഇടപെട്ട് അത് അനുഗ്രഹമാക്കി മാറ്റി. എന്നിട്ട് അബ്രഹാത്തോട് ദൈവം പറയാണ്, ഉൽപ്പത്തി 22:16 കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ഇത് വീണ്ടും ദൈവം പറയുകയാണ്. അത് ഉൽപ്പത്തി 22:17. അപ്പം ദൈവം എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് അബ്രഹാത്തിന് മനസ്സിലായി. കൂടെ നിന്നാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായി. ആദ്യം അത് ക്ലിയർ അല്ലായിരുന്നു. കൂടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ദൈവം പറയണതൊക്കെ കൃത്യം അനുസരിച്ചില്ല. പക്ഷെ പിന്നീട് കൃത്യം അനുസരിക്കാൻ തുടങ്ങി. അത് അനുഗ്രഹമായിട്ട് മാറി. അതുകൊണ്ട് അബ്രഹാത്തെക്കുറിച്ച് 24-ാം അധ്യായം ഉൽപ്പത്തി 24:1 പറയുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവൻ അനുഗ്രഹിച്ചു. അപ്പോൾ സാറ മരിച്ചുപോയി. സാറായി അടക്കാൻ ഒരു കല്ലറ വേണം. അത് ഹിത്യരുടെ നാട്ടിൽ ചെന്നിട്ട് കല്ലറ ചോദിക്കുകയാണ്. അവർക്കത് കിട്ടി. അവർ പറയുന്നത്, അങ്ങ് പ്രഭുവാണ്, അങ്ങൊരു പ്രഭുവായിട്ടുള്ള ഒരാളാണ്. ഹിത്യർ അവനോട് പറഞ്ഞു, പ്രഭോ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. കല്ലറ ചോദിച്ചപ്പോൾ തന്നെ കല്ലറ കിട്ടുന്നു. അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം അനുഗ്രഹമായി. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവ് പറയണതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാത്തിന് അത് ഒരു അനുഗ്രഹമായി മാറി. കല്ലറ ചോദിച്ചപ്പോൾ തന്നെ കല്ലറ, ഇന്നാ പിടിച്ചോ കല്ലറ എന്ന് പറഞ്ഞ് കല്ലറ കൊടുക്കുന്നു. 24-ാം അധ്യായത്തിൽ തൻ്റെ മകൻ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മൾ ഇത് വായിച്ചു കേട്ടത്. വളരെ ചുരുക്കിയാണ് ഇന്നത്തെ വായന നമ്മൾ കേട്ടത്. അതിൽ ഒരു ദാസനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അബ്രഹാത്തിനൊരു നിർബന്ധമുണ്ട്, അന്യദേശത്തുനിന്ന് വേണ്ട, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ അവനെ പറഞ്ഞേക്കാണ്. അവൻ പോയിട്ട് കണ്ണിക്കണ്ട പെണ്ണിനെ കൊണ്ടുവരാതിരിക്കാൻ ശപഥം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുകിട്ടിയില്ലെങ്കിലോ, ഇനി ഞാൻ വിളിച്ചിട്ട് കൂടെ വന്നില്ലെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, നിനക്ക് മുമ്പേ ഒരു ദൂതന് ദൈവം അയക്കും. അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അതായത് അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമിയിൽ
ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും. നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. അബ്രഹാം ഇങ്ങനെ പറയാം. ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിൽ അബ്രഹാം വേണമെങ്കിൽ ഇപ്പം വേളാങ്കണ്ണി വന്നിട്ട് നൂല് കെട്ടിയാന്, ചരട് കെട്ടിയാന്. ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിൽ. ക്ലാരിറ്റി ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തവർ, നമ്മുടെ ദൈവം ആരാണെന്ന് ക്ലാരിറ്റി ഇല്ലാത്തവൻ ദുരാചാരങ്ങളുടെ പുറകെ പോവും. കാരണം ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകും. അങ്ങനെ അനുഗ്രഹങ്ങൾ വരാൻ കാലതാമസമുണ്ടാകുമ്പോൾ ക്ഷമയില്ലാതെ ദുരാചാരങ്ങളുടെ പുറകെ പോവും. അപ്പം അബ്രാഹത്തിന് അതാണ് പറഞ്ഞത്, അബ്രാഹത്തിന് ക്ലാരിറ്റി ഉണ്ട്. അപ്പം അബ്രാഹത്തിന് ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. അവൻ ചോദിക്കുന്ന ചോദ്യത്തിന്, ഭൃത്യൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അബ്രഹാം കൃത്യം മറുപടി പറയുന്നുണ്ട്. ഇനി ഈ ഭൃത്യനാണെങ്കിൽ എന്നാ ക്ലാരിറ്റിയാ. അത് ഇങ്ങനെ ലാബാൻ എന്ന് പറയുന്ന, അത് ഈ റബേക്കയുടെ സഹോദരനാണ്. റബേക്കയുടെ സഹോദരൻ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ ഭൃത്യനെ കുറിച്ച് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ. അങ്ങനെ പറഞ്ഞാണ് ഒരു 3-4 തവണ പറയുന്നുണ്ട്, എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെയോട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അപ്പനും അമ്മയുടെ എൻ്റെ അപ്പുപ്പൻ്റെ ദൈവമായ കർത്താവേ, അപ്പുപ്പൻ മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുള്ളതല്ലേ. ഒരു അന്ധവിശ്വാസത്തിനും തെറ്റായ ഒരു കാര്യത്തിനും പോകാതെ കർത്താവിനെ തന്നെ കൂട്ടുപിടിച്ച തലമുറയിൽ പിറന്ന മക്കളാണെങ്കിൽ നമ്മൾ, അവരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. അവർ പ്രാർത്ഥിച്ച ദൈവം, അവരെ രക്ഷിച്ച ദൈവം നമ്മളെയും രക്ഷിച്ച ദൈവമാണ്. അതുപോലെ അബ്രാഹത്തിന് എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൃത്യൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ ഒരു കിണറിൻ്റെ അടുക്കൽ ചെല്ലും, അവിടെ ഒരുവൾ വരും, അവൾ എന്നോട് വെള്ളം വേണോ എന്ന് ചോദിക്കും, എൻ്റെ കൂടെയുള്ള ഒട്ടകത്തിനും വെള്ളം വേണോ എന്ന് ചോദിക്കും എന്നിവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ചിന്തിച്ച ഉടനെ തന്നെ റബേക്ക വരുന്നു, വെള്ളം വേണോ എന്ന് ചോദിക്കുന്നു, കൂടെയുള്ള ഒട്ടകത്തിന് വെള്ളം വേണോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. എങ്ങനെ അങ്ങനെ അത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മനസ്സായത് കൊണ്ടല്ലേ അത് മനസ്സിലായത്. അബ്രാഹത്തിന് നീ പോവുക, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ കിട്ടും, എൻ്റെ മകന് പെണ്ണിനെ കിട്ടും, നിനക്ക് നിന്റെ കൂടെ കർത്താവിൻ്റെ ദൂതൻ ഉണ്ടാകും എന്നൊക്കെ അബ്രാഹത്തിന് പറയണമെങ്കിൽ അബ്രഹാം അത്രം കോൺസെൻട്രേറ്റഡ് ആണ് വിശ്വാസത്തിൽ. ഈശോയെ തന്നെ നോക്കി നടക്കുന്നവർക്ക് തെറ്റ് പറ്റുകയില്ല. ഈശോയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം തെറ്റ് പറ്റും. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം തെറ്റ് പറ്റും. അത് നമ്മുടെ അനുഭവമാണ്. പലരുടെയും ജീവിതത്തിൽ അവർക്ക് വ്യക്തമായിട്ടത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ക്ലാരിറ്റി ഉണ്ടായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈശോ എന്തിനാണ് മരിച്ചതെന്ന് നിനക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. ഈശോയെ അയച്ചത് ദൈവപിതാവാണ് എന്നത് ക്ലാരിറ്റി ഉണ്ടാകണം. അബ്രഹാം തൻ്റെ ഏകപുത്രനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതുപോലെ ദൈവപിതാവ് നമുക്ക് വേണ്ടി വിട്ടുതന്നതാണ് യേശുക്രിസ്തുവിനെ. നമ്മളാരും ഒരു വിലയും കൊടുത്തിട്ടില്ല. ദൈവം കാണിച്ച സ്നേഹമാണത്. ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. നമ്മുടെ ദൈവമായ കർത്താവ് അങ്ങനെ ഒരു കെട്ടുകഥയല്ല, സത്യമായ ദൈവമാണ്. ഈശോ മരിച്ചത്, ഈശോ ഭൂമിയിൽ വന്നത് അതൊരു കെട്ടുകഥയാണോ? അത് സത്യമായ കാര്യമല്ലേ? ഇങ്ങനെ സത്യദൈവം മരിച്ച് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സഭയില് ഇങ്ങനെ ജീവിക്കുന്നവനായി വാഴുമ്പോൾ നീ എന്താണ് ക്ലാരിറ്റി ഇല്ലാത്തവനെ പോലെ നടക്കുന്നത്? കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നത്, ഞായറാഴ്ച ആചരിക്കാതെ നടക്കുന്നത്, കുടുംബത്തിൽ പ്രാർത്ഥന ചൊല്ലാതെ നടക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്നറിയാൻ വേണ്ടി ദൈവം ഇങ്ങനെ കുറെ അസ്വസ്ഥതകൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും വിതയ്ക്കും. ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക, ഇത് കെട്ടിയാൽ അത് നീ രക്ഷപ്പെടും, അത് കെട്ടിയാൽ നിനക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ നീ വീണു പോകും.
നിനക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ നീ ദൈവത്തെ തള്ളിപ്പറയും. നിനക്ക് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീ വിജയിക്കും. അതാണ് അബ്രഹാത്തിൻ്റെ കഥ പറയുന്നത്. പിന്നീട് വലിയ സന്തോഷമായി. അബ്രഹാം അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അബ്രഹാത്തിന് ഈ ഒരു ക്ലാരിറ്റി വരുന്നത്. അതുകൊണ്ട് സഭയിലൂടെ സഭ നൽകുന്ന ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, ഒരു കത്തോലിക്ക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതമല്ല, തോന്നിയ പോലെയുള്ള ജീവിതമല്ല. അവിടെ ഒരു ഡിസിപ്ലിനുണ്ട്. കൂദാശകളിലൂടെ, കർത്താവിൻ്റെ കൽപ്പനകളിലൂടെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടുകൂടി പോകുന്ന ജീവിതമാണ്. അബ്രഹാം അങ്ങനെ അടുക്കും ചിട്ടയോടുകൂടി പോകാൻ തുടങ്ങിയപ്പോൾ അബ്രഹാത്തിന് ക്ലിയറായിട്ട് കാര്യങ്ങൾ ഭൃത്യനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി. അപ്പം ഇങ്ങനെ ലാബാൻ, അതായത് റബേക്കയുടെ വീട്ടിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ റബേക്കയെ വിട്ടുതരാൻ, അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. അത് ഉൽപ്പത്തി 24:50. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതേക്കുറിച്ച് ഗുണവും ദോഷവും പറയാൻ ഞങ്ങൾക്ക് പറയാനില്ല, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല, ഇത് കർത്താവിന് ഇഷ്ടമാണ്. നീ ഒന്ന് ഓർത്ത് നോക്കുകയും പ്രിയ ദൈവ പൈതലേ, ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ ഞായറാഴ്ച ആചരിക്കാൻ വന്നിട്ടും പള്ളി വന്നിട്ടും നമ്മൾ അച്ഛൻ്റെയോ സഭയുടെയോ ഗുണവും ദോഷവും പറഞ്ഞു നടക്കുക. എന്നാൽ ഒരു നമുക്കെതിരെ വരുന്ന ദുരാചാരത്തിൻ്റെ ഗുണവും ദോഷവും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിന്നെ നശിപ്പിക്കാൻ ഒരുമ്പെട്ട് നടക്കുന്ന പിശാചിന്റെ ഗുണവും ദോഷവും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷം പറയാൻ ഞങ്ങളില്ല. എന്തുകൊണ്ട്? ഈ കർത്താവ് മരിച്ചതിനെ കുറിച്ച് നീ എന്തിനാണ് ഗുണവും ദോഷവും പറയുന്നത്? നീ എന്തിനാണ് അതിനെക്കുറിച്ച് ഗുണവും ദോഷവും പറയാൻ ചിന്തിക്കുന്നത്? നീ അത് സത്യമായ ദൈവം തന്ന രക്ഷയെ നീ അംഗീകരിച്ചാൽ പോരെ? ഇത് കർത്താവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരെ? ഇത് കർത്താവിന് ഇഷ്ടമാണെന്ന് നീ പറയുക, അപ്പൊ തന്നെ നിനക്ക് അനുഗ്രഹമാണ്. നീ ഇതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ നടക്കുന്ന എന്താ? അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചും സഭയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നീ മാർക്കിട്ട് നടക്കുക. നിനക്ക് മാർക്ക് ദൈവം ഇടുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? നിനക്ക് മാർക്ക് ദൈവം ഇടുന്നുണ്ട്. സത്യമായ കാര്യം നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. അത് നിനക്ക് തന്ന ദൈവത്തെ നീ എന്തിനാ മാർക്കിടുന്നത്? നീ എന്തിനാണ് കണ്ടീഷൻ വയ്ക്കുന്നത്? അത് തന്നാൽ ഇത് ചെയ്യാമെന്ന് നീ എന്തിനാ ഇനിയും പറയുന്നത്? ആ ദൈവം നിന്നോട് കണ്ടീഷൻ വെച്ചിട്ടില്ലല്ലോ. നിനക്ക് വേണ്ടി മരിച്ച ദൈവം നീ ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വേണ്ടി ഇതേ മരിച്ചു നിൽക്കുകയാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ് നിന്റെ ദൈവം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും നീ എന്തിനാണ് ഇത്രയും ചങ്ക് പൊളിച്ച് കാണിച്ചു തന്നിട്ടും നീ ദൈവത്തോട് കണ്ടീഷൻ വെക്കുന്നത് എന്താണ്? അതാണ് ഇവിടെ ഗുണവും ദോഷവും പറയല്ലേ. ഇവിടെ കർത്താവ് ചെയ്തത് നല്ല കാര്യമാണ് നമുക്ക് വേണ്ടി. അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ, നീ രക്ഷപ്പെടും. നമുക്ക് അത് ഒന്ന് സാധിക്കട്ടെ. ഈ യാത്രയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ. ഈ ബലിയർപ്പണത്തിൽ നമുക്ക് കൂടുതൽ അനുഗ്രഹമുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും ആശീർവദിച്ചരാ കൈകളിൽ നാളാ വീടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അവാജ്യമായ സ്നേഹം കടാക്ഷിക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവേ, ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും
കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.